പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അയോധ്യയിലേക്കുള്ള ക്ഷണം നിരസിച്ച് കോൺഗ്രസ്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കില്ല. RSSും BJPയും ചടങ്ങ് രാഷ്ട്രീയവത്കരിക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് AICCയുടെ തീരുമാനം. തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ കേളികൊട്ടാണ് ക്ഷേത്രോദ്ഘാടനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന് പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് BJP പ്രതികരിച്ചു. ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി അറിയിച്ചത്. ആദരവോടെ ക്ഷണം നിരസിക്കുന്നുവെന്നാണ് പ്രസ്താവന. ചടങ്ങിനെ BJPയും RSSും രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നും ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും മുമ്പുള്ള ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് നേട്ടത്തിനാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ ബഹുമാനം കൃത്യമായിട്ടും വ്യക്തമാക്കുന്നതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഈ പരിപാടി രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കേളികൊട്ടലാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അയോധ്യയിലെ സുപ്രീം കോടതി വിധി മാനിച്ചും രാമഭക്തരുടെ വികാരം മാനിച്ചുമാണ് തീരുമാനമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, അധിർ രഞ്ജൻ ചൌധരി എന്നിവർക്കാണ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചത്. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് തീരുമാനം വൈകിയത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കോൺഗ്രസിന്റെ നിലപാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമാക്കാനാണ് BJPയുടെ നീക്കം. ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നതിൽ കോൺഗ്രസിന് പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രതികരിച്ചു. 24 ഡൽഹി. സിറോ മലബാർ സഭയ്ക്ക് പുതിയ അധ്യക്ഷൻ. റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷൻ. തൃശൂർ സ്വദേശിയായ റാഫേൽ തട്ടിൽ 2018 മുതൽ ശംഷാബാദ് ബിഷപ്പായിരുന്നു. മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ ചേർന്ന സിനഡാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. നാളെയാണ് സ്ഥാനാരോഹണം. സിറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് രൂപതയുടെ മെത്രാനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുവാനാണ് ശ്രമമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ 24 പറഞ്ഞു. കുർബാന തർക്കത്തിൽ അടക്കം ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ട്. ആരെയും പുറത്താക്കുകയല്ല, എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് ലക്ഷ്യമെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവെ, അജപാല ദൗത്യത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു നിയോഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എനിക്ക് ഇത് സർപ്രൈസ് പോലെയാണ് തോന്നുന്നത്. മെത്രാനാകാൻ എന്നെ വിളിച്ചപ്പോഴും എനിക്കൊരു സർപ്രൈസ് പോലെ തോന്നിയത്. ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തോ പദ്ധതിയുണ്ട്. അത് ഒരുപക്ഷെ എൻ്റെ കഴിവ് കൊണ്ട് മാത്രം പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതിയല്ല. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യത്തിന് ദൈവം എന്നെ ശക്തിപ്പെടുത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാത്രമല്ല, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആരെയും മാറ്റി നിർത്തുന്നില്ല, ആരെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല, പാടുമില്ല. എല്ലാവരും കൂടെ ഒന്നിച്ച് സഭ പടുത്തുയർത്തുന്ന ഒരു ശൈലിയാണ് എൻ്റെ ആഗ്രഹം. ആ ശൈലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിക്കുക. അപ്പോൾ ഒരുപാട് വെല്ലുവിളികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വെല്ലുവിളികളെ തരണം ചെയ്യാൻ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാം, ഓരോ കാലഘട്ടത്തിലും സഭയ്ക്ക് വെല്ലുവിളികളുണ്ട്. വെല്ലുവിളിയില്ലാത്തൊരു കാലഘട്ട സഭയ്ക്ക് ഉണ്ടായിട്ടില്ല. എന്നും പ്രതിസന്ധികളുണ്ടാകും. പക്ഷെ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സഹായം വേണം, എല്ലാവരുടെയും സഹകരണം വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, വെല്ലുവിളികൾ ഒരു നമ്മുടെ അസ്തിത്വം അവസാനിക്കുന്ന അല്ലെങ്കിൽ ഇല്ല, ഒരിക്കലുമല്ല. അതൊരു പുതിയ ശൈലിയിലേക്കോ ഒരു പുതിയ വഴിയിലോട്ടോ ഒക്കെ തിരിയാനാക്കിയുള്ള നമ്മുടെ ഒരു വിളിയുടെ ഭാഗമായിട്ടാണ് ഞാനതിനെ കാണുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുർബാന തർക്കത്തിൽ ഉൾപ്പെടെ പള്ളിക്കുള്ളിൽ വരെ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതൊക്കെ വളരെ ക്രൈസ്തവ ജീവിതത്തിന് ചേർന്നതല്ല. പക്ഷേ അത് എങ്ങനെയാണ് അതിനെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ നോക്കുന്നത്? ഇതൊന്നും ഞാനിപ്പോഴേ എനിക്കൊന്നും പറയാനില്ല. ഞാൻ എല്ലാം തീർന്നു കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. എങ്ങനെ തീർക്കും, എങ്ങനെ തീരുമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കേട്ട് കഴിയുമ്പോൾ അവരുടെയൊക്കെ സഹകരണത്തോടു കൂടെ നമുക്ക് തീർക്കാൻ സാധിക്കും. ആരും സഭയുടെ ശത്രുക്കളല്ല. ഓരോരുത്തരും അവരവരുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു.
ഈ ആദർശങ്ങളിൽ ആർക്കും പൂർണ്ണ സത്യമില്ല. എല്ലാവരുടെയും പാർഷ്യൽ ട്രൂത്തേ ഉള്ളൂ. ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഭംഗിയാവും ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എളുപ്പമുള്ളതല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ നിരാശനല്ല. എനിക്ക് ഒരുപാട് പ്രത്യാശയുണ്ട്. സാധ്യതകൾ ഇനിയുമുണ്ട്. ഈ ധാരാളമുണ്ട്. ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലുത് ഈ വരാൻ പോകുന്ന സാധ്യതകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും പുതിയ ദൗത്യത്തിന് എല്ലാ ആശംസയും നേരുന്നു. അലോഷിക്കൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. സിറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ. 44 വർഷം നീണ്ട വൈദിക ജീവിതത്തിൽ ഈ സ്ഥാനത്തെത്തുന്നത് ദൈവഹിതമാണെന്ന് മാർ റാഫേൽ തട്ടിൽ പറയുന്നു. 1956 ഏപ്രിൽ 21 തൃശൂരിൽ ജനിച്ച റാഫേൽ തട്ടിൽ തൃശൂർ പുത്തൻപള്ളി ഇടവകയിൽ അംഗമായിരുന്നു. ഔസേപ്പ് ത്രേസ്യ ദമ്പതിമാരുടെ 10ാമത്തെ മകൻ. 1971 ജൂലൈ 4 തോപ്പിലെ സെന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ ചേർന്നു. വടവാതൂർ സെന്റ് തോമസ് അപ്പോസ്തലിക് സെമിനാരിയിൽ വൈദിക പഠനം പൂർത്തിയാക്കി. 1980 ഡിസംബർ 21 മാർ ജോസഫ് കുണ്ടുകുളം റാഫേൽ തട്ടിലിനെ വൈദികനായി അഭിഷേകം ചെയ്തു. ആദ്യം അരണാട്ടുകര അസിസ്റ്റന്റ് വികാരിയായും പിന്നീട് മൈനർ സെമിനാരി ഫാദർ പ്രിഫെക്റ്റായും നിയമനം. ഉന്നത പഠനത്തിനായി റോമിലേക്ക്. റോമിൽ നിന്ന് മടങ്ങിയെത്തിയ റാഫേൽ തട്ടിൽ മതബോധന വിഭാഗത്തിന്റെ ഡയറക്ടറായി. 1998 മേരിമാത മേജർ സെമിനാരിയുടെ ആദ്യ റെക്ടറായി നിയമിതനായി. 2010 ജനുവരി 15 തൃശൂർ സീറോ മലബാർ കത്തോലിക്ക അതിരൂപതയുടെ സഹായമെത്രാനായും ബുറൂണിയിലെ ടൈറ്റുലർ ബിഷപ്പായും നിയമിതനായി. 2017 ഒക്ടോബർ 10 ഷംഷാബാദിലെ സീറോ മലബാർ കാത്തലിക് എപ്പാർക്കിയുടെ ആദ്യ ബിഷപ്പായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. 2018 ജനുവരി 7 സ്ഥാനാരോഹണം. കുർബാന തർക്കം, സഭാഭൂമി ഇടപാട് തുടങ്ങി നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴാണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. റിസർച്ച് ഡെസ്ക് 24. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. കൈവെട്ട് കേസിലെ 1-ാം പ്രതി 13 വർഷത്തിനു ശേഷം പിടിയിൽ. തൊടുപുഴ ന്യൂമൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതി 13 വർഷത്തിനു ശേഷം പിടിയിൽ. 1-ാം പ്രതി സവാദിനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. 2010 ജൂലൈയിൽ സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന സവാദിനെ കണ്ണൂരിൽ നിന്നാണ് പിടികൂടിയത്. പ്രതിയെ കൊച്ചിയിലെ NIA കോടതി റിമാൻഡ് ചെയ്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നിന്നുള്ള NIA സംഘമാണ് ഇന്ന് പുലർച്ചെ സവാദിനെ അറസ്റ്റ് ചെയ്തത്. ഷാജഹാൻ എന്ന പേരിലാണ് കൈവെട്ട് കേസ് പ്രതി ഒളിവിൽ കഴിഞ്ഞത്. മട്ടന്നൂർ ബേരത്ത് വാടക വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ആശാരിപ്പണിയെടുത്തായിരുന്നു താമസം. ആദ്യം കണ്ണൂർ വിളക്കോടും പിന്നീട് മട്ടന്നൂർ ബേരത്തേക്കും താമസം മാറുകയായിരുന്നു. ആദ്യം താനാണ് സവാദെന്ന് വെളിപ്പെടുത്താൻ ഇയാൾ തയ്യാറായില്ല. NIA സംഘം കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ സമ്മതിക്കുകയായിരുന്നു. ഷാജഹാൻ എന്ന പേരാണ് എല്ലാവരോടും പറഞ്ഞിരുന്നതെന്നും പ്രാദേശിക പിന്തുണ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അയൽവാസി നൗഫൽ. 2 വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരെന്ന നിലയിൽ പരിചയപ്പെട്ടപ്പോൾ ഇന്ന് ആണ് യഥാർത്ഥ പേര് നമ്മൾ അറിയുന്നത്. നേരത്തെ താമസം വിളക്കോടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് പേര് പറഞ്ഞത് ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇരയെന്ന നിലയിൽ പ്രതിയെ പിടിച്ചതിൽ കൗതുകമില്ലെന്നും പൗരൻ എന്ന നിലയിൽ പ്രതിയെ പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്നും പ്രൊഫസർ TJ ജോസഫ് പ്രതികരിച്ചു. 13 വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ്. എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും 1-ാം പ്രതികളൊന്നും ഇദ്ദേഹമല്ല. ഇദ്ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല. എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈ വെട്ടിമാറ്റിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സവാദായിരുന്നു. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് NIA ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തു. നേരത്തെ നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടി 13 വർഷത്തിനു ശേഷമാണ് 1-ാം പ്രതി സവാദ് പിടിയിലാകുന്നത്. ആ സംഭവങ്ങളുടെ നാൾ വഴിയിലേക്കാണ് ഇനി. 2010 മാർച്ച് 23 തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 2ാം സെമസ്റ്റർ BCom മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യത്തിൽ മതനിന്ദയുണ്ടെന്ന ആരോപണത്തിലാണ് സംഭവത്തിന്റെ തുടക്കം. മാർച്ച് 26 ചോദ്യക്കടലാസ് തയ്യാറാക്കിയ പ്രൊഫസർ TJ ജോസഫിനെ കോളേജ് സസ്പെൻഡ് ചെയ്തു. TJ ജോസഫ് ഒളിവിൽ പോയി.
2010 ഏപ്രിൽ 1 പ്രൊഫസർ ടി ജെ ജോസഫ് കീഴടങ്ങുന്നു. 2010 ജൂലൈ 4 ഏഴംഗ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തക സംഘം മൂവാറ്റുപുഴയിലെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രൊഫസർ ടി ജെ ജോസഫിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് വലതു കൈപ്പത്തി വെട്ടിമാറ്റി. പ്രതികളിൽ ഒരാളായ ജാഫർ മാത്രം അറസ്റ്റിലായി. 2010 സെപ്റ്റംബർ 1 സർവകലാശാല പ്രൊഫസർ ടി ജെ ജോസഫിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. 2011 ഏപ്രിൽ 4 NIA കേസ് ഏറ്റെടുത്തു. 2013 നവംബർ പ്രൊഫസർ ടി ജെ ജോസഫിനെതിരായ മതനിന്ദാ കേസ് കോടതി തള്ളി. 2014 മാർച്ച് 19 പ്രൊഫസർ ടി ജെ ജോസഫിന്റെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്തു. 2015 ഏപ്രിൽ 30 13 പേർ കുറ്റക്കാരെന്ന് NIA കോടതി വിധിച്ചു. 10 പ്രതികൾക്ക് 8 വർഷം തടവ് വിധിച്ച കേസിൽ 18 പേരെ കുറ്റവിമുക്തരാക്കി. 2023 ജൂലൈ 6 പേർ കൂടി കുറ്റക്കാരെന്ന് NIA കോടതി. 3 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 5 പേരെ വെറുതെ വിട്ടു. 2024 ജനുവരി 10 ഒന്നാം പ്രതി സവാദ് കണ്ണൂർ മട്ടന്നൂർ ബേരത്ത് നിന്ന് പിടിയിൽ. ന്യൂസ് ഡെസ്ക് 24. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നിബന്ധനയുമായി മണിപ്പൂർ. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് അനുമതി നൽകാൻ നിബന്ധനകളുമായി മണിപ്പൂർ സർക്കാർ. നിശ്ചിത ആളുകളെ മാത്രമേ ഇംഫാലിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിക്കാവൂ എന്നതാണ് നിർദ്ദേശം. പര്യടനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭയപ്പെടുന്നുവെന്നും യാത്ര മണിപ്പൂരിൽ നിന്ന് തന്നെ ആരംഭിക്കുമെന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം ആവർത്തിച്ചു. വടക്കുകിഴക്കൻ മണ്ണിനേറ്റ് മുറിവുണക്കാനാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നതെന്നായിരുന്നു കോൺഗ്രസ് വിശദീകരണം. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി മണിപ്പൂർ സർക്കാർ സുരക്ഷാ ഏജൻസികളോട് റിപ്പോർട്ട് തേടി. ഉപാധികളോടെയാണ് മണിപ്പൂർ സർക്കാർ അനുമതി നൽകിയതെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. യാത്ര ഈസ് ഗോയിങ് ടു ബി എ ബിഗ് സക്സസ്. ലൈക്ക് ഭാരത് ജോഡോ യാത്ര, ദിസ് യാത്ര ഈസ് ആൾസോ ഗോയിങ് ടു ബി എ historic one, massive one. That type of arrangements is going on everywhere. യാത്രയുടെ ഉദ്ഘാടന വേദിയായ പാലസ് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ പരിപാടിയുണ്ടെന്ന് അറിയിച്ചതായും ഉദ്ഘാടന വേദി മാറ്റുന്നത് കോൺഗ്രസിന്റെ പരിഗണനയിലുണ്ടെന്നും ദേശീയ നേതൃത്വം വ്യക്തമാക്കി. യാത്ര മണിപ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും സംസ്ഥാനത്ത് യാത്രയുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് അറിയിച്ചു. 24 ഡൽഹി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. കന്റോൺമെന്റ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്കെതിരെ പ്രവർത്തകർ ഭീഷണി മുദ്രാവാക്യം മുഴക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂജപ്പുര ജയിലിൽ എത്തിക്കണ്ടു. ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ സെഷൻസ് കോടതിയെ സമീപിച്ചു. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച്. പ്രതിഷേധത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ പലതവണ വാക്കേറ്റമുണ്ടായി. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ കയർത്ത കന്റോൺമെന്റ് SHO BM ഷാഫിക്കെതിരെ പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യം വിളിച്ചു. എന്റെ പേരുള്ള ഒരുത്തന്റെ ചില പോക്രിത്തരങ്ങൾ ഇന്നലെ വിഷ്വലിൽ കാണാൻ സാധിച്ചു. ഇവിടുത്തെ SHO ആയിരുന്ന ഒരുത്തൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോളറിൽ പിടിച്ചു തള്ളുന്നു, കഴുത്തിന് വളഞ്ഞിട്ട് പിടിക്കുന്നു. അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്തേക്ക് വേണ്ട. നീ മര്യാദക്ക് ശമ്പളം വാങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ MM ഹസൻ, NK പ്രേമചന്ദ്രൻ MP തുടങ്ങിയവർ ജയിലിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടു. അക്രമം ആഹ്വാനം ചെയ്തു എന്നതിന്റെ പേരിലാണ് ഈ കേസെടുത്തിരിക്കുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ വാദം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യം കേസെടുക്കേണ്ടത് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഇരുമ്പുവടി കൊണ്ടും കല്യാശ്ശേരിയിൽ കുട്ടികളെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് FIR എഴുതിയ കേസിൽ അത് രക്ഷാപ്രവർത്തനമാണെന്നും അത് തുടരണമെന്നും ആഹ്വാനം ചെയ്ത് കലാപത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടാണ് ആദ്യം കേസെടുക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. 24 തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ച് CPIM. കേസിൽ പ്രതികളാകുന്നവരെ അറസ്റ്റ് ചെയ്യുക സാധാരണമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തെ ഹീറോ ആക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഒരു കേസിൽ പ്രതിയായാൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, ആ കള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോടതി തന്നെ ചികിത്സക്ക് അയക്കുക,
പരിശോധിച്ച് വന്നപ്പോൾ അങ്ങനെയുള്ളൊരു കേസും ഇല്ല എന്ന് വ്യക്തമാകുക, ജാമ്യം കൊടുക്കാതെ ജയിലിലടക്കുക. ഇത്രയും വന്നപ്പോൾ എന്തായിരുന്നു ഭയങ്കരമായ പ്രശ്നം? ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണല്ലോ വിശദീകരണം. പോലീസ് എടുക്കുന്ന നിലപാടുകൾ പലതും ഇടതുകൊണ്ട് ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ളപ്പോൾ തന്നെയല്ലേ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെയല്ലേ തൃശ്ശൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൊടുങ്ങല്ലൂര് ഒരു SFI വിദ്യാർത്ഥിയെ പോലീസുകാർ വീട്ടിൻ്റെ അകത്ത് തന്നെ വിളിച്ചുകൊണ്ടുപോയത്, അമ്മേൻ്റെ മുമ്പിൽ നിന്നല്ലേ വിളിച്ചുകൊണ്ടുപോയത്. അല്ലാണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ മാത്രമല്ലല്ലോ അങ്ങനെ പിടിച്ചത്, ഒരാളെ പിടിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ MLA. രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് ഉൾപ്പെടെ നൽകിയാണ് രാഹുലിനെ ഡിസ്ചാർജ് ചെയ്തത്. രാഹുലിന് ജാമ്യം നിഷേധിക്കാൻ ആശുപത്രിയിൽ ഇടപെടൽ നടന്നതായി സംശയിക്കുന്നുവെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. പലതവണ മാധ്യമങ്ങളിലും വാർത്തകളിലും ഒക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ വിവരക്കേട് ക്രൂരമായ വിവരക്കേടാണ്. പാർട്ടി സെക്രട്ടറി നേരിട്ട് ഇങ്ങനെ ഒരു ദുരാരോപണം ഉന്നയിക്കുമ്പോൾ, ഈ ക്രൂരമായ വിഡ്ഢിത്തം വിളമ്പുമ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിശദീകരിക്കുക എന്നുള്ളതും അതിന് ലീഗലായി ആ പറഞ്ഞ വിവരക്കേടിനെ ലീഗലായി അതിനെ നേരിടുക എന്നുള്ളതും ഒരു ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്നതാണ് യഥാർത്ഥ ശിവസേനയെന്ന് മഹാരാഷ്ട്ര സ്പീക്കറുടെ റൂളിംഗ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് സ്പീക്കർ തീരുമാനമെടുത്തത്. പാർട്ടിയുടെ പേരിലും ചിഹ്നത്തിലും അവകാശമുന്നയിച്ച് ഉദ്ധവ് താക്കറെ നൽകിയ പരാതി പാർട്ടി ഭരണഘടനയനുസരിച്ച് നിലനിൽക്കില്ലെന്നും സ്പീക്കർ രാഹുൽ നർവേക്കർ വിശദീകരിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഉദ്ധവ് പക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ്. ഇതിൽ 2 ഭരണഘടനയാണ് ഇരു വിഭാഗങ്ങളും ഹാജരാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏക്നാഥ് ഷിൻഡെ പക്ഷം ഹാജരാക്കി 1999 പാർട്ടി ഭരണഘടന അതാണ് നിലനിൽക്കുന്നത്. അതനുസരിച്ചാകണം നടപടി എന്നതാണോ ഇപ്പോൾ സ്പീക്കർ വിശദീകരിച്ചത്? അനുജ, പ്രതിപക്ഷത്തിന് ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും വലിയ തിരിച്ചടിയാകുന്ന തീരുമാനമാണ് മഹാരാഷ്ട്ര സ്പീക്കർ രാഹുൽ നർവേക്കറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഉദ്ധവ് താക്കറെ പക്ഷം നൽകിയ പരാതിയിൽ ഏക്നാഥ് ഷിൻഡെ അടക്കമുള്ള 40 MLA-മാരെ അയോഗ്യരാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയിലുള്ള തീരുമാനമാണ് വിധിയാണ് സ്പീക്കർ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നീണ്ട ഒരു വിധി പ്രസ്താവമാണ് അദ്ദേഹം നടത്തിയത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലമടക്കം വിശദീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ, ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ വിധി അടക്കമുള്ളവ പരിശോധിച്ച് 2 ഭാഗങ്ങളിൽ നിന്നും മൊഴിയെടുത്ത ശേഷമാണ് താൻ ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്ന് വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ ശിവസേനയുടെ ഇരുവിഭാഗങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച ഭരണഘടനകൾ വ്യത്യസ്തമാണെന്നും നേതൃഘടനയെക്കുറിച്ച് ഇരു വിഭാഗങ്ങൾക്കും വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉള്ളതെന്നും അതിൽ 1999 ഭരണഘടന അനുസരിച്ച് തീരുമാനമെടുത്തപ്പോൾ ശരി, ഏക്നാഥ് ഷിൻഡെ വിഭാഗം ഹാജരാക്കിയ ഭരണഘടന അതനുസരിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏക്നാഥ് ഷിൻഡെ വിഭാഗമാണ് യഥാർത്ഥ ശിവസേന എന്നതാണ് സ്പീക്കറുടെ റൂളിംഗ്. പ്രൈം ടൈം ന്യൂസ് തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന UDF ജാനുവരി അവസാനത്തോടെ ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ച ആരംഭിക്കും. സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. അധിക സീറ്റ് ആവശ്യം മുസ്ലിം ലീഗ് ഔദ്യോഗികമായി ഉന്നയിച്ചിട്ടില്ലെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. പ്രാദേശിക തലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ രൂപീകരണവും ഉടൻ ആരംഭിക്കും. അല്ലാതെ ആ ചർച്ചയിലല്ലേ വരുള്ളൂ. ചർച്ച നടത്തുമ്പോഴല്ലേ ആറാവും മനുഷ്യ മാറാൻ പറ്റും. കോൺഗ്രസ് എല്ലാ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ ഒരിക്കലും ഒരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയും വീഴ്ചയ്ക്ക് തയ്യാറാവില്ലല്ലോ. ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, നിങ്ങളോട് ചോദിച്ചു കാണും. ഔദ്യോഗികമായി അവരുടെ അഭിപ്രായം ഈ ചർച്ചയിലെ അറിയാൻ പറ്റും. CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി P. രാജുവിനെതിരെ സംഘടനാ നടപടി. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജുവിനെ നീക്കം ചെയ്തു. ഇന്ന് ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അടുത്ത ദിവസം ജില്ലാ കൌൺസിലിൽ ഇത് റിപ്പോർട്ട് ചെയ്യും. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കെ നിയമസഭാ സമ്മേളനം ഈ മാസം തുടങ്ങാൻ തീരുമാനം. നിയമസഭ 25 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാകും സമ്മേളനം തുടങ്ങുക. ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിക്കും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ വിവാദ പരാമർശത്തിന് പിന്നാലെ മാലദ്വീപിലെ ടൂറിസം മേഖലയിൽ വൻ ഇടിവ്. സഞ്ചാരികളുടെ ബുക്കിംഗിൽ 40% കുറവുണ്ടായതായി കമ്പനികൾ വ്യക്തമാക്കി. കൂടുതൽ സഞ്ചാരികളെ അയക്കണമെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസ് ചൈനയോട് അഭ്യർത്ഥിച്ചു. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.